നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലിനെതിരായ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിന് ഉടൻ തിരിച്ചടിക്ക് സാധ്യതയില്ലാത്തത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പുതിയ ആശങ്കയ്ക്ക് താൽക്കാലിക ആശ്വാസമാവുകയാണ്. കോൺസുലേറ്റ് ആക്രമണത്തിന് പ്രതികാരമായി ഞായറാഴ്ച പുലർച്ചെയായിരുന്നു തുരുതുരെ മിസൈലുകൾ തൊടുത്തും ഡ്രോണുകൾ ഉപയോഗിച്ചും ഇറാൻ ആക്രമിച്ചത്. ആക്രമണത്തിന് പിന്നാലെ ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഉടൻ തിരിച്ചടിച്ചാൽ പിന്തുണയ്ക്കില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയതോടെയാണ് ഇസ്രയേൽ നിലപാടിൽ അയവ് വന്നത്. ഇസ്രയേൽ സംയമനം പാലിക്കണമെന്നാണ് വിവിധ ലോകരാജ്യങ്ങളും UN ആവശ്യപ്പെട്ടത്. ആക്രമണ പശ്ചാത്തലത്തിൽ അടച്ച ഇസ്രയേലിലെ അയൽ രാജ്യങ്ങളുടെയും വ്യോമപാത ഇന്നലെ വീണ്ടും തുറന്നു. തങ്ങളുടെ സൈനിക ദൗത്യം അവസാനിച്ചെന്നും സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും ഇറാൻ അറിയിച്ചു. ഇസ്രയേൽ തിരിച്ചടിക്ക് മുതിർന്നാൽ മറുപടി ഗുരുതരമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരിച്ചടിക്ക് ഇസ്രയേലിനെ പിന്തുണച്ചാൽ മേഖലയിലെ US ബേസുകൾ ആക്രമിക്കുമെന്നും പറഞ്ഞു. ഇറാൻ ആക്രമണത്തെ ഇസ്രയേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചെറുത്തതിനാൽ ആളപായം ഒഴിവായി. പ്രതിരോധിക്കാൻ US-ന്റെയും UK-യുടെയും ഗാസ ആക്രമണത്തോടെ ഉടക്കി നിൽക്കുന്ന ജോർദാന്റെ സഹായവും ലഭിച്ചു. പൗരന്മാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് തങ്ങളുടെ വ്യോമപരിധി കടന്ന മിസൈലുകൾ തകർത്തതെന്നാണ് ജോർദാൻ അറിയിച്ചത്. അരനൂറ്റാണ്ടിന് ശേഷമാണ് ഇറാൻ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കുന്നത്. ഈ മാസം 1-നാണ് സിറിയയിലെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തത്. ഇറാന്റെ 2 ജനറൽമാർ അടക്കം 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് അയത്തുള്ള അലി ഖമേനി പ്രതിജ്ഞയെടുത്തിരുന്നു. അതിനാൽ ഇറാൻ സൈന്യം ദൗത്യത്തിന് ട്രൂ പ്രോമിസ് എന്നാണ് പേരിട്ടത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 1:30-ന് ഡ്രോണുകൾ ഇറാൻ മണ്ണിൽ നിന്ന് 1000 കിലോമീറ്റർ അകലെ ഇസ്രയേലിലേക്ക് ഇരച്ചെത്തി. ഡ്രോണുകൾ എത്തിച്ചേരാൻ സമയം വേണമെന്നിരിക്കെ 1 മണിക്കൂറിന് ശേഷമാണ് മിസൈലുകൾ വിക്ഷേപിച്ചത്. യമനിലെ ഹൂതി, സിറിയയിലെ ലെബനനിലെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ നിന്നും മിസൈലുകൾ തൊടുത്തു. 5 മണിക്കൂർ നീണ്ട ആക്രമണത്തിനിടെ ടെല്ലവീവ് അടക്കം ഇസ്രയേൽ നഗരങ്ങളിൽ സ്ഫോടന ശബ്ദം പ്രകമ്പനം സൃഷ്ടിച്ചു. 99% ഡ്രോൺ മിസൈലുകൾ ഇസ്രയേൽ തകർത്തു. തങ്ങളുടെ വ്യോമപരിധിയിൽ കടന്ന ജോർദാനും ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നിന്ന് US-ഉം തകർത്തു. ഇസ്രയേലിലെ അൽ നഖാബ് മരുഭൂമിയിലെ നൊവാദിം എയർബേസിന് കേടുപാട് സംഭവിച്ചു. അരാദ് പട്ടണത്തിൽ മിസൈൽ അവശിഷ്ടം പതിച്ച് 7 വയസ്സുകാരിക്ക് ഗുരുതര പൊള്ളലേൽക്കുകയും ചെയ്തു. 30 ക്രൂയിസ് മിസൈലുകൾ, 110 ബാലിസ്റ്റിക് മിസൈലുകൾ, 170 ഡ്രോൺ എന്നിവയായിരുന്നു ഇറാൻ ഉപയോഗിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ, US നൽകിയ അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ഇസ്രയേൽ പ്രതിരോധം തീർത്തത്. ഇസ്രയേലിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ലക്ഷ്യം കാണാതെ പോയതിനു പിന്നിൽ ജോർദാനായിരുന്നു. ഇറാന്റെ മിസൈലുകൾ മിക്കതും വെടിവെച്ചിട്ടത് ജോർദാൻ സൈന്യമാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സഖ്യരാജ്യമാണ് ജോർദാൻ. മാത്രമല്ല ഇസ്രയേലുമായും ബന്ധം പുലർത്തുന്ന അറബ് രാജ്യം കൂടിയാണിത്. നിമിഷ നേരങ്ങൾക്കിടെ 100-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വന്നത്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമുള്ള ചുരുക്കം ചില അറബ് രാജ്യങ്ങളെ നിലവിലുള്ളൂ. അതിലൊന്നാണ് ജോർദാൻ. ഈജിപ്ത്, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്കും ഇസ്രയേലുമായി ബന്ധമുണ്ട്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെ ജോർദാൻ സൈന്യം ജാഗരൂകരായിരുന്നു. സിറിയ, ഇറാഖ് അതിർത്തി മേഖലയിൽ ജോർദാൻ സൈന്യം നിരീക്ഷണം ശക്തമാക്കി. ഈ വേളയിലാണ് ജോർദാന് മുകളിലൂടെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് മിസൈലുകൾ എത്തിയത്. നിരവധി ഇറാൻ ഡ്രോണുകളാണ് ജോർദാൻ സൈന്യം വെടിവെച്ചിട്ടത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.